ഒരു ശക്തിയോടെ ഡോറ് തുറക്കുന്നത് കണ്ടാണ് സാക്ഷി സിദ്ധുവിൽ നിന്നും അകന്നു മാറിയത്. അപ്പോഴും സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിരുന്നു. മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് സാക്ഷിക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന അവസ്ഥയായിരുന്നു. ചന്ദ്രദാസ്, ദീക്ഷിത്ത്, വനജ, ആയുഷ്, പിന്നെ ആയുഷിന്റെ കുടുംബവും. ഇതിനാണോടെ നീ ഡാൻസ് ഉണ്ട്, എല്ലാവരും വന്നില്ലെങ്കിൽ മരിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞത്? അച്ഛാ, ഞാൻ വേണ്ട, ഒരക്ഷരം മിണ്ടരുത്. എങ്കിൽ ഈ നിമിഷം ഞാൻ പറയുവാ, പോയി മരിക്കു നീ. എന്തിനാ ഇങ്ങനൊരു മോൾ എനിക്ക്? ആയുഷ് പറഞ്ഞപ്പോൾ ഒന്നും ഞാൻ വിശ്വസിച്ചില്ല. എൻ്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ നീ എൻ്റെ വിശ്വാസം തകർത്തു. അതെങ്ങനെ? അമ്മയുടെ സ്വഭാവമല്ലേ മോൾ കാണിക്കൂ. പിഴച്ചുണ്ടായതിൽ നിന്നും ഇതിലും നല്ല സ്വഭാവമൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അപ്രതീക്ഷിതമായി ആയുഷിൻ്റെ അമ്മ ദേവകി അത് പറഞ്ഞതും ഇത്ര നാളും പൂട്ടിവെച്ച രഹസ്യം അറിയേണ്ട ആള് തന്നെ അറിഞ്ഞതിൻ്റെ ഞെട്ടലിലായിരുന്നു ചന്ദ്രദാസ്. ഇവരെന്താണിപ്പോൾ സംസാരിച്ചത് എന്ന് നോക്കി ഒന്നും മനസ്സിലാവാതെ സിദ്ധു നിന്നപ്പോൾ ദേവകി പറഞ്ഞതിൻ്റെ അർത്ഥം തേടുകയായിരുന്നു സാക്ഷി ആ നിമിഷം. ഇതെല്ലാം ഒപ്പിച്ച ആളവിടെ സാക്ഷിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ആനന്ദം കണ്ടെത്തി. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച സിദ്ധുവിൻ്റെ കൈകൾ അവനിൽ എന്തിനോ വേണ്ടി അസ്വസ്ഥത ഉണ്ടാക്കി. നിങ്ങളിത് എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്? സാക്ഷിയെ ഇങ്ങനെയൊക്കെ പറയാൻ ആരാ ആൻറ്റിക്ക് അധികാരം തന്നത്? ഡാ ചെറുക്ക, ഞാനില്ലാത്തതൊന്നും അല്ല പറഞ്ഞത്, സത്യം തന്നെയാണ്. നീ അതിനിങ്ങനെ കിടന്ന് തിളച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവളീ നിൽക്കുന്ന ചന്ദ്രദാസിൻ്റെയും വനജയുടെയും ആരുമല്ല, ആരും. പിന്നെ നീ എന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇങ്ങനെ കിടന്ന് തിളക്കുന്നത്? അവൾ നിനക്ക് വേണ്ടതൊക്കെ ആവശ്യത്തിന് ഇപ്പോഴേ തന്നിട്ടുണ്ടോ? ഒരു പ്രത്യേക ഭാവത്തിൽ ആയുഷിൻ്റെ അമ്മ ചോദിച്ചതും അവിടെയുള്ളവർ ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. അപ്പോഴെല്ലാം സാക്ഷി വേറെ ഏതോ ലോകത്തായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറയാം. വായി തോന്നിയതെല്ലാം എൻ്റെ പെണ്ണിനെ പറ്റി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ നിങ്ങളുടെ പ്രായവും കോലവും ഒക്കെ ഞാൻ അങ്ങ് മറക്കും. പിന്നെ ഈ സിദ്ധാർത്ഥ് ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. പിന്നീട് അവൻ ബാക്കി പറഞ്ഞത് ചന്ദ്രദാസിൻ്റെ മുഖത്ത് നോക്കിയാണ്. അച്ഛനും അമ്മയും ആരുമാകട്ടെ, 18 കൊല്ലം ഇവൾ നിങ്ങളുടെ കൂടെയല്ലേ വളർന്നത്. ആ നിങ്ങൾക്കറിയില്ലേ സ്വന്തം മോളുടെ സ്വഭാവം? ഇപ്പോൾ ഇവൾ ചെയ്ത കുറ്റമെന്താ? എൻ്റെ നെഞ്ചിൽ ചാരി നിന്നതോ? അവൾക്ക് ചാരാമെന്നുള്ള എല്ലാ അധികാരവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ നിന്നത്. കഥ കടച്ചിട്ട് എന്താണ് അധികാരം കാണിക്കുന്നത് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥ്? അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാണ് പറയുന്നത്. അധികാരം നീ പറഞ്ഞു, അതിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയോ? ആയുഷ് പറഞ്ഞതും അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടാൻ തുടങ്ങിയിരുന്നു. സിദ്ധു എന്തോ പറയാൻ പോയപ്പോഴേക്കും അർജുൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇവിടെ ഇനി ഒരു സീനാക്കണ്ട സിദ്ധു, ആളുകൾ കൂടുന്നു. അർജുൻ പറഞ്ഞതും സിദ്ധു ഒന്ന് കൂളായി. ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് ആയുഷ് സാർ പറയുന്നത്? നിങ്ങളുടെ ചുറ്റിക്കളിയെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും ബോധ്യമായ സ്ഥിതിക്ക് നീ ഇവളെ സ്ഥിരമായി കൊണ്ടു നടന്നു. എന്താ പന്ന മോനെ നീ എൻ്റെ പെണ്ണിനെ പറ്റി പറഞ്ഞത്? അതുകൂടിയായപ്പോൾ സിദ്ധുവിൻ്റെ സർവ്വനിയന്ത്രണവും വിട്ടിരുന്നു. ആയുഷിൻ്റെ ഷർട്ടിൽ കോളർ പിടിച്ച് അലറി സിദ്ധുവിനെ എല്ലാവരും ചേർന്നാണ് പിടിച്ചു മാറ്റിയത്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞപ്പോൾ ഇങ്ങനെ കിടന്ന് തിളക്കേണ്ട സിദ്ധാർത്ഥ്, ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ. ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അടിയുണ്ടാക്കിയാൽ സത്യം ഒരിക്കലും സത്യമല്ലാതാകില്ല. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് കണ്ട് പിന്നെ സിദ്ധു ഒരു വഴക്കിന് പോയില്ല. കാരണം ആ നിമിഷം സ്നേഹയുടെ തോളിൽ ചാരി നിൽക്കുന്ന സാക്ഷിയുടെ മുഖം അവനെ അത്രയ്ക്ക് തളർത്തിയിരുന്നു. സച്ചു മോളെ. സാക്ഷിയുടെ അടുത്ത് ചെന്ന് സിദ്ധു വിളിച്ചതൊരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എനിക്കറിയില്ല കണ്ണേട്ട, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഇവരെന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ല പോലും. പിഴ. ബാക്കി പറയാതെ അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് തൻ്റെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർത്തു. കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. സ്നേഹ അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും സാക്ഷി അടർന്നു മാറിയില്ല. സാക്ഷി കരയുന്നത് കണ്ട് കണ്ണ് നിറഞ്ഞു തിരിഞ്ഞു പോകുന്ന ദീക്ഷിത്തിനെ സിദ്ധു ശ്രദ്ധിച്ചിരുന്നു. സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ എല്ലാവരോടായി ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? രാത്രി ഒരുപാടായി. സാക്ഷിയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകട്ടെ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവളൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? അതിൽ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളാരും ഇങ്ങനെ അനങ്ങാതെ നിൽക്കില്ലല്ലോ. ഒരു രാത്രി നിന്റെ വീട്ടിൽ അവളെ കൊണ്ടുപോകാൻ നീ ഇപ്പോൾ അവളുടെ ആരാ? നാളെ മുതൽ ജീവിതകാലം മുഴുവൻ നീ തന്നെ ഇവളെ ചുമന്നു. ആയുഷ് പറഞ്ഞത് എന്തായെന്ന് സിദ്ധുവിന് മനസ്സിലായില്ല. എന്താ അങ്കിൾ ആയുഷ് സാർ ഈ പറയുന്നത്? സിദ്ധു ചന്ദ്രനോട് ചോദിച്ചു. അവൻ പറഞ്ഞത് വേറൊന്നുമല്ല, നാളെ നിങ്ങളുടെ കല്യാണം. വാട്ട് ദ? നിങ്ങൾക്കൊക്കെ എന്താണ് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ?
ഒരുമിച്ചൊന്ന് കണ്ടു എന്ന് വെച്ചാണോ ഈ കല്യാണവും കാര്യങ്ങളൊക്കെ? അല്ലെങ്കിൽ അതിനു മാത്രമുള്ള വിശ്വാസം നിങ്ങൾക്ക് ഇവളിലുള്ളോ? ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ നിങ്ങൾക്കൊന്ന് ആലോചിച്ചൂടെ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇന്നൊരു രാത്രി കൂടിയല്ലാതെ ഇവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. സ്വന്തം മോളായി തന്നെയാണ് വളർത്തിയത്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ മതിയെങ്കിൽ ഇനി കൂടുതലൊന്നും പറയേണ്ട. സ്വന്തം ചോരയല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്നിങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ എന്താ വേണ്ടത്? സാക്ഷി ചന്ദ്രദാസിൻ്റെ കഴുത്തിൽ ഈ സിദ്ധാർത്ഥ താലി കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് സമ്മതം. പക്ഷെ ഒരു കാര്യം, നാളെ നേരം വെളുത്ത് ഇവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ സച്ചുവിനൊരു പോറൽ പോലും പറ്റരുത്. നിങ്ങൾ കാരണം ഇവൾ എന്തെങ്കിലും അവിവേകം കാണിക്കാൻ തോന്നിയ കുടുംബത്തോടെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്നറിയാതൊരു പാവകണക്കെ സാക്ഷി എല്ലാത്തിനും നിന്നുകൊടുത്തു. ഒരു നിമിഷം ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നിയെങ്കിലും സിദ്ധുവിൻ്റെ മുഖം ആലോചിച്ചപ്പോൾ അവൾക്കതിന് കഴിഞ്ഞില്ല. ഒരു സിമ്പിൾ സെറ്റ് സാരി ഉടുത്ത് ഓരോ കയ്യിലും 2 വളകൾ വീതം, കഴുത്തിലൊരു മാലയും. പേരിന് പോലും മറ്റൊരു മേക്കപ്പ് അവളില്ലായിരുന്നു. പൂജാരി പൂജിച്ച താലി സിദ്ധു അവളുടെ കഴുത്തിൽ കെട്ടുമ്പോഴും സീമന്തരേഖ ചുവപ്പിക്കുമ്പോഴും ഈ താലി മരണം വരെ കൂടെ കാണണമെന്നല്ലാതെ മറ്റൊന്നും അവൾക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. ബന്ധുക്കളെന്ന് പറയാൻ പോലും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. സിദ്ധുവിൻ്റെ കൊച്ചച്ഛൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോയതിനാൽ സിദ്ധുവിൻ്റെ സൈഡിൽ അവൻ്റെ കൂട്ടുകാരും വിച്ചുവും മാത്രമായിരുന്നു. ഏതോ ഒരുത്തൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം മോളെന്ന് പറഞ്ഞു വളർത്തിയവളെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറഞ്ഞവരോട് അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. പക്ഷെ ഇന്ന് തൻ്റെ മുന്നിൽ വേറെ ഓപ്ഷനില്ല. സാക്ഷിയെ ഹോസ്റ്റലിൽ നിർത്താമെന്ന് വെച്ചാലും ആകെ മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവൾ എന്തെങ്കിലും കടുകൈ ചെയ്യുമെന്ന് മറ്റാരെക്കാളും അവൻ ഭയന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. കാറിൽ കയറാൻ നേരം സിദ്ധു സാക്ഷിയെ ചേർത്ത് പിടിച്ച് കൂടെയുള്ളവരോടെല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം മുതൽ ഇവൾ സാക്ഷി ചന്ദ്രദാസ് അല്ല, സാക്ഷി സിദ്ധാർത്ഥ്. ഇനി എൻ്റെ ഭാര്യയുടെ നേരെ മോശപ്പെട്ട വാക്കോ നോട്ടമോ വന്ന അത് അവളെ ചെറുതായിട്ടെങ്കിലും വേദനിപ്പിച്ച ആരാണെതിരെ നിൽക്കുന്നത് എന്ന് ഞാനങ്ങ് മറക്കും. അവരുടെ ബന്ധവും സ്ഥാനവും ഒന്നും ഈ സിദ്ധാർത്ഥിനൊരു പ്രശ്നമല്ല. ഏതോ ഒരുത്തൻ്റെ വാക്ക് കേട്ട് 18 വർഷം വളർത്തിയ മകളെ നിങ്ങൾ അവിശ്വസിച്ചു. ഇനി നിങ്ങളുടെ പണവും ബന്ധവും ഒന്നും ഇവൾക്ക് വേണ്ട. കൂലിപ്പണിയെടുത്തിട്ടാണെങ്കിലും എൻ്റെ പെണ്ണിനെയും അനിയനെയും നോക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. നിങ്ങളുടെ ഒന്നും തന്നെ ഇനി ഇവൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ നിമിഷം ഇങ്ങനെ ഒരു മോള് നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചോ? പിന്നെ ദീക്ഷിത്, ദിക്കുട്ടൻ എന്ന് നിന്നെക്കുറിച്ച് പറയാൻ ഇവൾക്ക് 100 നാവായിരുന്നു. ആ നിനക്ക് പോലും അവളെ സ്വന്തം പെങ്ങൾ എന്ന വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി കാണിക്കാൻ പഠിക്കണം. നട്ടലിന് പകരം മറ്റെന്തോ ഉള്ള നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പിന്നെ ആയുഷ് സാറേ, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ ലോ ക്ലാസ് പരിപാടി കാണിച്ചത് അതിനെല്ലാം ഒരു ദിവസം പശ്ചാത്തപിക്കും. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് നൗ. കത്തുന്ന കണ്ണുകളോടെ സിദ്ധു പറഞ്ഞതും അവൻ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാകാതെ ആയുഷ് അവിടെ തറഞ്ഞു നിന്നു. ആ നേരം അവൻ്റെ മുന്നിൽ സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കുകളല്ലായിരുന്നു, ചുവന്ന് കലങ്ങിയ കണ്ണുകൾ മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ. ഒരു വേള അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും അവൻ ഭയന്നു. കാറിൽ സിദ്ധുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും സാക്ഷി നോർമൽ അല്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം മാറിയത്. 18 വയസ്സിൽ താനിപ്പോൾ ഒരു ഭാര്യ. ആഗ്രഹിച്ച ജീവിതം തന്നെയാണ്. പറഞ്ഞില്ല എങ്കിലും 2 പേർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ വിവാഹം നടന്ന രീതി. സിദ്ധുവിൻ്റെ കൈ പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണവൻ്റെ വീട്ടിലേക്കായിരുന്നു. ഒരു ചെറിയ സാധാരണ വീട്. വീടിൻ്റെ മുന്നിൽ ഭംഗിയായി ചെറിയൊരു പൂന്തോട്ടം. വലിയ അമ്മമാരെ പോലെ വിളക്കും പിടിച്ച് വിച്ചു വന്നപ്പോൾ അറിയാതെ അവൾ ചിരിച്ചുപോയി. അമ്മാളും ഇങ്ങനെ ചിരിക്കണ്ട. ഇതൊന്നും തരാനേ ഇവിടെ മുതിർന്നതും ഉത്തരവാദിത്ത ബോധമുള്ളതുമായി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണാപ്പിക്ക് നല്ലൊരു ഭാര്യയായും എനിക്കൊരു അമ്മയായും ചേച്ചിയുമൊക്കെയായി വലതുകാല് വെച്ച് കയറിക്കോ. ഇതും പറഞ്ഞ് വിച്ചു വിളക്ക് കൊടുത്തതും നിറഞ്ഞ മനസ്സോടെ അവൾ അത് വാങ്ങി. ആ നിമിഷം വിച്ചുവിൻ്റെ സംസാരത്തിൽ അവൾ തൻ്റെ വിഷമങ്ങൾ അല്പനേരത്തേക്ക് മറന്നു എന്ന് വേണം പറയാൻ. പൂജാമുറിയിൽ വിളക്ക് വെച്ച ശേഷം സോഫയിലിരുന്നപ്പോഴാണ് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് വിച്ചു വന്നത്. അത് കണ്ട് ഇവൻ ഇനിയും മതിയായില്ലേ എന്ന എക്സ്പ്രഷനായിരുന്നു സിദ്ധുവിന്. എങ്കിൽ ഇവനിനി എന്താ കാണിക്കാൻ പോകുന്നത് എന്ന ഭാവമായിരുന്നു ബാക്കിയുള്ളവർക്ക്. എന്നും ഇവിടെ രാവിലെ പാല് വാങ്ങുന്നത് കണ്ണാപ്പിയാണ്. ഇന്ന് അവൻ രാവിലെ കല്യാണ ചെറുക്കനായതുകൊണ്ട് ഈ അർജുവേട്ടൻ രാവിലെ പാല് വാങ്ങാൻ വിട്ടില്ല. അതുകൊണ്ട് ജ്യൂസ് കൊണ്ട് അഡ്ജസ്റ്റ് കരോ. വിനയും വാരി വിതർവിച്ചു പറഞ്ഞതും അർജു അവൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തിരുന്നു.
സിദ്ധു, ഞങ്ങൾ ഇറങ്ങട്ടെടാ. ഇന്നലെ മുതൽ വീട്ടിൽ കയറിയിട്ടില്ല. ഇന്ന് കൂടി പോയില്ലെങ്കിൽ പോരാളി വടിയെടുക്കും. പിന്നെ നീ സച്ചിയുടെ മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് വീട്ടിലേക്ക് വാ. അക്ഷയ് പറഞ്ഞതും അവൻ വരാമെന്ന രീതിയിൽ തലയാട്ടി. ഞങ്ങളും ഇറങ്ങുക സിദ്ധു. ഇവളെ വീട്ടിൽ വിടണം. പിന്നെ പറ്റുമെങ്കിൽ നീ അവളെ കൊണ്ടൊന്ന് വെളിയിലേക്ക് പോകണേ. സച്ചിക്കിടാൻ കുറച്ച് ഡ്രസ്സല്ലേ ഉള്ളൂ ഇവിടെ. പിന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങാം. അർജു അത് പറഞ്ഞ് സ്നേഹയുമായി പോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവിടെ സിദ്ധുവും സാക്ഷിയും വിച്ചുവും മാത്രമായി. അകത്തേക്ക് കയറിയ സിദ്ധു കാണുന്നത് എന്തോ കാര്യമായി ആലോചിച്ചിരിക്കുന്ന സാക്ഷിയെയാണ്. സിദ്ധുവിന് ആ നിമിഷം അവനോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി. ഒരു നേരത്തെ തൻ്റെ ദേഷ്യം കാരണം അവൾക്ക് നഷ്ടമായത് അവളുടെ കുടുംബമാണ്. പിന്നെ സ്വന്തം മകളെ മനസ്സിലാക്കാത്ത കുടുംബത്തെക്കുറിച്ച് ഓർത്ത് അവൻ്റെ സങ്കടം പുച്ഛമായി. ഇന്നലെ മുതൽ ഓട്ടോ അല്ലേ, നീ പോയി കിടന്നു വിച്ചു. സിദ്ധു പറഞ്ഞതും അവർക്കൊരു പ്രൈവസി കൊടുക്കാനെന്ന പോലെ വിച്ചു അവൻ്റെ മുറിയിൽ പോയി ഡോറടച്ചു. നിനക്കുള്ള ഡ്രസ്സ് റൂമിലുണ്ട്, പോയി കുളിച്ചിട്ട് വാ. സിദ്ധു പറഞ്ഞതും വേറൊന്നും ചോദിക്കാതെ അവൾ പോയി ഫ്രഷായി വന്നു. സിദ്ധു സാക്ഷിയുടെ അടുത്തിരുന്നതും അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. അത് മനസ്സിലാക്കിയെന്ന പോലെ ഒന്നുകൂടെ സിദ്ധു അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നു. സച്ചു, അവൻ വിളിച്ചിട്ടും എന്തോ അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായത് എങ്കിൽ അവന് നേരിടേണ്ടി വന്നത് വലിയ അപമാനമാണ് എന്ന് മറ്റാരേക്കാളും നന്നായി അവൾക്കറിയാമായിരുന്നു. സാക്ഷി തലപൊക്കുന്നില്ല എന്ന് കണ്ടതും ഒരു വലിക്ക് അവളെ നെഞ്ചിലേക്ക് ചേർത്തു അവൻ. ഇങ്ങനെ തല കുനിച്ചിരിക്കാനേ നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ സച്ചു? ഇല്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ തല ഇങ്ങനെ താഴ്ന്നിരിക്കേണ്ട കാര്യമില്ല. അത് കേട്ടതും പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ് സച്ചു. നമ്മൾ തല കുനിക്കുമ്പോഴാണ് മറ്റുള്ളവർ അത് നമുക്കെതിരെയുള്ള ആയുധമാക്കുന്നത്. നിന്റെ നിഷ്കളങ്കതയാണ് ഇന്നലെ അവർ മുതലാക്കിയത്. പണത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഇന്നലെ കൊണ്ട് അവർ തെളിയിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ നീ സമ്മതിക്കുമോ സച്ചു? എന്താ ഏട്ടാ? നാളെ തന്നെ നമുക്ക് നിന്റെ പേരിലുള്ളതൊന്നും നിനക്ക് വേണ്ട എന്ന് അവർക്ക് എഴുതി കൊടുക്കണം. വീട്ടിൽ പോയി നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാം. അല്ലാതെ ഇനി അവരുടെ ഒരു മുട്ടുസൂചി പോലും നിനക്ക് വേണ്ട. എന്താ, സമ്മതമാണോ? പിന്നെ വേറൊരു കാര്യം കൂടി. എന്താ? ഈ കഴുത്തിൽ കിടക്കുന്നത് എന്തായെന്നറിയുമോ? താലി കയ്യിലെടുത്ത് അവൻ പറഞ്ഞത് ഒരു പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. ഞാൻ കെട്ടിയ താലി. നമ്മുടെ കല്യാണം കുറച്ചു നാൾ ആരും അറിയണ്ട. നിന്റെ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി തുടങ്ങിയ മാസ ഡയലോഗ് പറയാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ കഴുത്തിൽ കെട്ടിയ താലിക്കും നെറുകയിലെ സിന്ദൂരത്തിനും അവകാശം ഞാനാണ് എങ്കിൽ അത് എൻ്റെ മരണം വരെയും അങ്ങനെയായിരിക്കും. മംഗലത്ത് വീട്ടിൽ എൻ്റെ വെള്ള കുതിച്ച ശരീരം കൊണ്ട് വരുന്ന ദിവസമല്ലാതെ ഇത് രണ്ടും നീ മാറ്റരുത്. ഇനി കോളേജിലാണെങ്കിൽ തന്നെ നീ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി നിനക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ നിമിഷം പറയാം, എൻ്റെ സ്വാർത്ഥതയാണെന്ന് തന്നെ കൂട്ടിക്കോ. താലി കെട്ടിയ പെണ്ണിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൂട്ടുകാരിയെന്നോ കാമുകിയെന്നോ പറയാൻ എനിക്ക് സൗകര്യമില്ല. അവസാന വരി അവൻ പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. അത് കണ്ടപ്പോൾ അവനും ഹാപ്പി. സച്ചു, ആർദ്രമായി അവൻ വിളിച്ചപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സച്ചു, ഞാൻ പറയാതെ തന്നെ എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയവളാണ് നീ. കണ്ട ആദ്യ ദിവസം തന്നെ നീ എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിന്റെ മനസ്സിൽ വേറൊരാളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാനായി തന്നെ മാറി. പക്ഷേ എനിക്ക് വിധിച്ചിട്ടുള്ളത് നിന്നെയാണ്. സമ്മതിക്കുന്നു ഞാൻ. നീ സ്വപ്നം കണ്ട വിവാഹം ഒരിക്കലും ഇങ്ങനെയല്ല. പക്ഷെ നമുക്ക് പറഞ്ഞ കല്യാണം ഇങ്ങനെ ആയിരിക്കും. ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം ഒരു ദുസ്വപ്നം പോലെ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പ്രതികരണമില്ല എന്ന് കണ്ടപ്പോൾ ഇനി അവൾക്ക് ഈ താലി ഒരു ബന്ധനമാണോ എന്ന് പോലും അവൻ ചിന്തിച്ചു പോയി. നിനക്കിഷ്ടമല്ല എങ്കിൽ നീ താലി മാറ്റി. ബാക്കി പറയാൻ സമ്മതിക്കാതെ വാപൊത്തിയിരുന്നു അവൾ. ഇന്ന് കണ്ണീട്ടനോളം പ്രിയപ്പെട്ടതാണ് എനിക്ക് ഈ താലി. ഇത് എൻ്റെ കഴുത്തിൽ അണിയിച്ച സാഹചര്യം എന്തുമായിക്കോട്ടെ, ഇന്ന് ഈ താലിക്കും അത് അണിയിച്ച ആൾക്കുമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം. മരണം കൊണ്ടല്ലാതെ ഇതൊരിക്കലും എന്നിൽ നിന്നും വേർപെടരുത്. ഒരു പെണ്ണ് വിവാഹം കഴിഞ്ഞ് സിന്ദൂരം തൊടുന്നത് അവൾ വിവാഹിതയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, അവളുടെ ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണ്. അതിടുന്നതിൽ ഞാൻ എന്തിനാ ഏട്ടാ? ബാക്കി പറയാൻ സമ്മതിക്കാതെ ഒന്നുകൂടെ അവളെ നെഞ്ചിലേക്ക് ചേർത്തു അവൻ. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുമില്ല. ഇനി നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. സിദ്ധാർത്ഥ് വിശ്വനാഥിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കിരീടമില്ലാത്ത രാജ്ഞിയാണ് നീ. യു ആർ ദ ക്യൂൻ ഓഫ് മൈ എംപയർ.
സിദ്ധു പറഞ്ഞത് എന്തായെന്ന് മനസ്സിലാകാതെ അവൻ്റെ മുഖത്തേക്ക് സാക്ഷി നോക്കിയപ്പോഴാണ് പറഞ്ഞത് എന്തായെന്ന ബോധം അവന് വന്നത്. ഞാൻ പറഞ്ഞത് ആലോചിച്ച് ഇനി കുഞ്ഞിത്തല പുകയ്ക്കേണ്ട. സമയമാകുമ്പോൾ ഞാൻ പറയും നിന്നോട്. അതുവരെ എൻ്റെ മോള് കാത്തിരിക്കുക. ഇത്രയും പറഞ്ഞ് അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തവൻ തൻ്റെ നല്ല പാതിക്ക് നൽകുന്ന ആദ്യ ചുംബനം. രാത്രിയിൽ സിദ്ധുവിൻ്റെ മുറിയിൽ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വിച്ചുവിനെ കണ്ടാണ് സിദ്ധു അകത്തേക്ക് കയറി വന്നത്. എന്താടാ നീ നട്ടുകളഞ്ഞ സ്ക്വിരലിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? സച്ചു എവിടെ? ദോ മനുഷ്യ, ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. അതിൻ്റെ വല്ല ടെൻഷനും തനിക്കുണ്ടോ? ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടതാണ് ഈ ഒരു ദിവസം. എൻ്റെ സ്വപ്നത്തിലെ നായിക അടുക്കളയിൽ നിന്ന് ചപ്പാത്തി പരത്തുന്നു. നിങ്ങളുടെ റൂം അലങ്കരിക്കാനൊക്കെ ഞാൻ എന്ത് സ്വപ്നം കണ്ടതാണ്. എല്ലാം വെള്ളത്തിൽ വരച്ച വര. നീ എന്താണോടെ പുല്ലേ ഈ കിടന്ന് പറയുന്നത്? സ്വപ്നം കാണാൻ പറ്റിയ പ്രായം. പോയി 4 അക്ഷരം പഠിക്കടാ. ഓ പിന്നെ, എൻ്റെ പ്രായത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കാം, ഭാര്യയാക്കാം. ഞാൻ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കുട്ടി പോലുമല്ലേ. കണ്ണാപ്പി ഒന്ന് മനസ്സ് വെച്ച ബാക്കി പറയുന്നതിന് മുൻപേ അടുക്കളയിൽ നിന്നും സാക്ഷി ഇറങ്ങി വരുന്നത് കണ്ട് സിദ്ധു വിച്ചുവിൻ്റെ വാപ്പൊത്തി. സിദ്ധുവിൻ്റെ പാത്രത്തിൽ വിളമ്പിയിട്ട് അവൻ്റെ അടുത്തുള്ള കസേരയിൽ അവളും ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കൈ സാക്ഷിക്ക് നേരെ നീണ്ടുവന്നത്. സിദ്ധു നീട്ടിയ ചപ്പാത്തിയേക്കും വിച്ചുവിലേക്കും അവൾ മാറി മാറി നോക്കിയപ്പോൾ സിദ്ധു കണ്ണു ചിമ്മി കാണിച്ചു. അത് കണ്ടപ്പോൾ ഒരു പുഞ്ചിരിയാലെ തന്നെ അവൾ വാ തുറന്നു. അടുത്ത ഉരുള അവൻ വിച്ചുവിന് കൊടുത്തത് കണ്ടതും അറിയാതെ തന്നെ അവൾ ദീക്ഷിത്തിനെ ഓർത്തു. സിദ്ധുവിൻ്റെ കൂടെ റൂമിലേക്ക് ചെന്നപ്പോൾ സാക്ഷിക്ക് ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു വെപ്രാളം തോന്നി. ഇട്ടിരുന്ന ഷർട്ട് അവൻ സ്റ്റാൻഡിലേക്ക് അഴിച്ചിട്ടതും പെണ്ണിൻ്റെ ഹാർട്ട് ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലായി. സിദ്ധു കിടന്നിട്ടും സാക്ഷി അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടാണ് സിദ്ധു ഒരു കൈനീട്ടി അവളെ തന്നിലേക്ക് ക്ഷണിച്ചത്. അത് കണ്ടതും പിന്നെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞ. സോറി മോളി, ഞാൻ താഴെ കിടക്കാം, നീ മുകളിൽ കിടക്ക് എന്നൊക്കെ പറയാനുള്ള വിശാല മനസ്കതയൊന്നും ഒട്ടുമില്ല എനിക്ക്. പിന്നെ സ്വന്തം പെണ്ണടുത്ത് കിടക്കുമ്പോഴുള്ള കൺട്രോളിങ് പവർ, അതിനെക്കുറിച്ചൊരു ഉറപ്പ്, അത് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. ഇത് പറഞ്ഞ് സാക്ഷിയെ ഒന്നുകൂടെ തന്നിലേക്ക് ചേർത്തപ്പോൾ അവളുടെ മുഖം നാണത്താൽ ചുവന്നിരുന്നു. രാവിലെ സാക്ഷി ഉണരുമ്പോൾ സിദ്ധു നല്ല ഉറക്കമാണ്. അവനെ ഉണർത്താതെ ഒന്നുകൂടി നന്നായി പുതപ്പിച്ച് കൊടുത്തിട്ട് അവൾ ഫ്രഷ് ആവാനായി കയറി. കുളിച്ച് വന്നിട്ടും അവൻ നല്ല ഉറക്കം തന്നെ. സിദ്ധുവിനെ ഉണർത്താതെ സച്ചി കണ്ണാടിയുടെ മുന്നിൽ മുടി ചീകി സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി. മറ്റു അലങ്കാരങ്ങൾ എന്ന് പറയാൻ ഒരു പൊട്ടുപോലുമില്ല. രാവിലെ ഉണർന്ന് സിദ്ധു കാണുന്നത് അടുക്കളയിൽ കാര്യമായ പാചകം ചെയ്യുന്ന സച്ചിയെയാണ്. കൂടെ അവൾക്ക് കമ്പനി കൊടുത്ത് വിച്ചുവും. യാതൊരു സഹായവും അടുക്കളയിൽ ചെയ്തില്ല എങ്കിലും സാക്ഷി കറി ഉണ്ടാക്കാൻ വെച്ച തേങ്ങയും പച്ചക്കറിയും ഒക്കെ കഴിച്ചും സഹായിക്കുന്നുണ്ടവൻ. സിദ്ധു അടുക്കളയിലേക്ക് കയറി വന്നപ്പോൾ വിച്ചു നൈസായി റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. സച്ചിയെ പറ്റിക്കാൻ അവൻ അവളെ ചേർത്ത് പിടിച്ചതും പെണ്ണ് അതുപോലെ തന്നെ അനങ്ങാതെ നിന്നു. നിനക്ക് പേടി വന്നില്ലേ സച്ചു ഞാൻ പിടിച്ചപ്പോൾ? സംശയം മാറാതെ അവൻ ചോദിച്ചു. ഇല്ല. അതെന്താ? ഈ സ്മെല്ല് എനിക്കറിയാം. അത് പറഞ്ഞപ്പോൾ ലോട്ടറടിച്ച് ഫീലായിരുന്നു അവന്. ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരിടത്ത് പോകണം, നീ പോയി റെഡിയായി വാ, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യാം. ഇതും പറഞ്ഞ് സാക്ഷിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവൻ അവളെ ഉന്തിത്തള്ളി റൂമിലേക്ക് വിട്ടു.